ഐസയ 11:1-2. യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ നിന്ന് 11-ാം അധ്യായം 1-2. യെശയ്യാ 11:1. എന്നാൽ യിശ്ശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും, അവൻ്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ദൂതാണ്. യിശ്ശായിയുടെ കുറ്റിയിൽ നിന്ന്. യിശ്ശായി എന്ന് പറയുന്നത് ദാവീദിൻ്റെ അപ്പനാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തം നിറവേറാൻ പോവുകയാണ്. യിശ്ശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവൻ്റെ വേരുകളിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കും. അവൻ്റെ വേരിൽ നിന്ന്. അപ്പം കർത്താവിൻ്റെ ഒരു ദൂത് പറയുന്നത് ദാവീദിൻ്റെ കുലത്തിൽ നിന്ന്, അതിൻ്റെ ഒരു കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും. അതിൻ്റെ ഒരു നാമ്പാണ്, ഒരു പുതിയ നാമ്പ് പൊങ്ങി വരികയാണ്. അത് തലമുറയിൽ കൂടെ കടന്നാൽ എത്ര തലമുറ കഴിഞ്ഞാലും ആ നാമ്പ് നശിച്ചു പോകുന്നില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ നല്ല വൃക്ഷത്തിൻ്റെ, നല്ല തെങ്ങ്, നല്ല പ്ലാവൊക്കെ, ആ തെങ്ങയിലുണ്ടാകുന്ന തേങ്ങ അതേ തന്നെ പിന്നെയും പ്രിക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ആ തേങ്ങ തന്നെ ഉപയോഗിക്കും. ബിക്കോസ് അതേ ക്യാരക്ടർ അതിനകത്ത് കാണിക്കും. എന്നാൽ ഇവിടെ പറയുന്നത് ദൈവം തമ്പുരാൻ പറയുകയാണ്, യിശ്ശായി എന്ന് പറയുന്ന ദൈവം തിരഞ്ഞെടുത്ത ഒരു ദാസൻ്റെ മകനാണ് ദാവീദ്, യിശ്ശായിയുടെ കുറ്റിയിൽ നിന്ന്. അപ്പോൾ ആ ഒരു കുടുംബത്തെയാണ് ദൈവം. അതുകൊണ്ടാണ് പുതിയ നിയമത്തിലെ ദാവീദ് പുത്ര എന്ന് വിളിക്കുമ്പോൾ യേശു അവിടെ നിൽക്കും. ഇത് സ്വർഗം നിയോഗിച്ച തീരുമാനം. ഇതിപ്പോൾ ഏത് കുടുംബമാണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കുടുംബം ദൈവം തിരഞ്ഞെടുത്തത് യിശ്ശായിയുടെ കുടുംബമാണ്, ദാവീദിൻ്റെ കുലമാണ്. എല്ലാവരെയും ദൈവം ആദ്യം അബ്രഹാമിനെ വിളിച്ച പോലെ ദൈവം എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. പക്ഷെ ആരും അവരത് കേട്ടിട്ടില്ല. കേട്ടവർ ദൈവത്തെ അറിയുന്നവരാണ് വിശ്വസ്തരെന്ന് തിരഞ്ഞെടുത്ത്. അങ്ങനെ അബ്രഹാമിൻ്റെ പിൻഗാമിയായിട്ട് വന്ന് ദാവീദ് കുലത്തിലേക്കാണ് യേശു ക്രിസ്തു കടന്നു വരുന്നത്. അവിടെ ദാവീദിൻ്റെ അപ്പനെക്കുറിച്ചാണ് യെശയ്യായി എന്ന് പറഞ്ഞത്. യെശയ്യായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവൻ്റെ വേരുകളിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കും. ആ വേരിൽ നിന്ന്, ഒരു വൃക്ഷത്തെ വഹിക്കുന്നത് അതിൻ്റെ വേരാണ്. ആ വേരുകളിൽ നിന്ന് ഒരു കൊമ്പ് വന്നിട്ട് അത് ഫലം കായ്ക്കും. അതാണ് ആ ഫലം കായ്ച്ചതാണ് യേശു ക്രിസ്തു. അത് ആ പ്രവചനം ക്രിസ്തു ഉണ്ടാകുന്നതിന് 700 വർഷം മുമ്പ് പറഞ്ഞത് ദൈവം തമ്പുരാൻ ഭൂമിയിൽ വന്ന് ക്രൂശുമരണം ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി അവൻ്റെ രക്തം കൊടുത്തു കഴിഞ്ഞ് മറുവിലയായിട്ട് നമുക്ക് വേണ്ടി കൊടുത്ത് നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റിയിരിക്കുകയാണ്. ആ ഒരു ഉന്നത പദവി അതവൻ ചെയ്ത് കഴിഞ്ഞു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് വർക്ക്. ഇനി അത് ചെയ്യണമെന്നും പ്രായശ്ചിത്തം ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരു പ്രാവശ്യം അനുതപിച്ച് ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കാൻ റോമർക്ക് എഴുതിയ ലേഖനം 10:8 പറയുന്നത് പോലെ നമ്മൾ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശ് മരണം ഏറ്റെടുത്തു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റുപറയുമ്പോൾ നമ്മൾ പുതുസൃഷ്ടിയെ രക്ഷിക്കപ്പെട്ട മനുഷ്യരായി. ആ രക്ഷ എന്നാ ഉണ്ടായെന്ന് അറിയത്തില്ല എങ്കിൽ ഇന്നേ ദിവസം ഡേറ്റ് ഇട്ടിട്ട് ആ ഭാഗം എടുത്ത് വായിക്കുക. റോമർക്ക് എഴുതിയ ലേഖനം 10:8-9 ഇങ്ങനെ വായിക്കുകയാണ്. വചനം നിനക്ക് സമീപമായി നിൻ്റെ വായിലും നിൻ്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. എവിടെയാണ് വചനം ഇരിക്കുന്നത്? വചനം നിനക്ക് സമീപം നിൻ്റെ വായിൽ, നിൻ്റെ ഹൃദയത്തിലേക്ക്. അത് ഞങ്ങൾ പ്രസംഗിച്ച വിശ്വാസ വചനം തന്നെ. റോമർക്ക് എഴുതിയ ലേഖനം 10:9. യേശുവിനെ കർത്താവ് എന്ന് വായു കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായു കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു എങ്കിൽ നീ രക്ഷിക്കപ്പെട്ടു. അവനിൽ വിശ്വസിക്കുന്നതിന് ഒരുവനും ലജ്ജിച്ച് പോകുകയില്ല. നമ്മൾക്ക് രക്ഷ തരാനായിട്ട് ഒട്ടും സംശയമില്ലാത്ത വിധത്തിൽ റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, വചനം നിനക്ക് സമീപം. വചനത്തിൽ കൂടെയാണ്. വചനം എന്ന് പറയുമ്പം ക്രിസ്തു തന്നെയായിട്ട് നമ്മൾ കാണണം. ക്രിസ്തുവിൻ്റെ വചനം ക്രിസ്തു തന്നെയാണ്. അപ്പച്ചൻ്റെ പേര്, യേശുവിൻ്റെ പേര് പറഞ്ഞിട്ട് നമ്മൾ ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിക്കുന്ന നിമിഷത്തിൽ നമ്മൾ എന്നിട്ട് ഏറ്റു പറയുമ്പോൾ പുതുസൃഷ്ടിയായി മാറി. അപ്പോൾ രക്ഷ കിട്ടിക്കഴിഞ്ഞു. അതിൻ്റെ കൂടെ ഈ സാൽവേഷൻ എന്നാണ് രക്ഷയ്ക്ക് പറയുന്നത്. ഈ സാൽവേഷൻ്റെ കൂടെ വേറെ ഒരു ബാപ്റ്റിസമോ വേറെ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള കണ്ടീഷൻസ് ഒന്നുമില്ല. വെരി സിമ്പിൾ. ബിക്കോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് പറയുന്നുണ്ട്, എഫേഷ്യൻസിൻ്റെ ലേഖനത്തിൽ പറയുന്നു, എന്തിനാണ് ഇത്? കൃപയാണ്.
അതിൻ്റെ കൂടെ നമ്മളൊന്നും ആഡ് ചെയ്യേണ്ട. ചില ഡിനോമിനേഷൻസ് ആഡ് ചെയ്യും. പക്ഷേ വേദപുസ്തകം നോക്കുകയാണെങ്കിൽ വ്യക്തിപരമായിട്ട് നമ്മൾ ഇത് വചനം എടുത്ത് പഠിച്ചു കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ വ്യക്തമായിട്ടും എഫെസ്യർ ലേഖനത്തിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് 2-ാം അധ്യായത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങൾ. കൃപയാലത്രേ 2:5 തൊട്ട്, കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ അവൻ്റെ കൃപയും അത്യന്തധനത്തെ വരുമാൻ കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിച്ചു സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ. നമ്മുടെ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ. വ്യക്തമായിട്ട് വചനം പറയുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. അതിൻ്റെ കൂടെ അഡീഷണൽ ഒരു പ്രവൃത്തിയും ചോദിച്ചിട്ടില്ല. വളരെ വ്യക്തമല്ലേ ഇത്? ഇപ്പം ഞാനൊരു ലോയറാണ്. ഞാനിത് കോർട്ടിൽ ആർഗ്യൂ ചെയ്യുകയാണെങ്കിൽ ജഡ്ജ് പറയും ആ പുസ്തകത്തിൽ എവിടെ എഴുതിയിരിക്കുന്നത് അതിങ്ങോട്ട് കാണിച്ച് ആ പുസ്തകം ഇങ്ങോട്ട് തരാൻ പറ്റും. ഞാൻ ഈ ബൈബിൾ കൊടുക്കും. അന്നേരം അവർ എഫേസ്യർക്ക് എഴുതിയ ലേഖനവും റോമർക്ക് എഴുതിയ ലേഖനം എടുത്തിട്ട് ആ സെക്ഷൻ മാത്രം എഴുതി വെച്ച് ഇതിനാൽ ഇത് കറക്റ്റ് സാൽവേഷൻ ഈസ് ഗ്രാൻറ്റഡ് എന്ന് പറയും. കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എഴുതിയിരിക്കുന്ന നിയമമല്ലേ, അത് മാറ്റി എഴുതിയിട്ടില്ലല്ലോ, അത് അസാധുവായിട്ടില്ലല്ലോ. അത് സാധുവായിട്ട് നിൽക്കുന്നിടത്തോളം കാലം അത് വാലിഡാണ്. ഒരു വക്കീൽ എന്ന നിലയിൽ പറയാം, അതിനെതിരായിട്ട് ഇന്ന് വരെയും ഒരു ശക്തിയും നിന്നിട്ടില്ല. അതാണ് അതിൻ്റെ പ്രാധാന്യം. എത്ര പേർക്ക് പറയാൻ സാധിക്കും ഈ വചനം സത്യമാണ് എന്ന്? നമ്മൾ കാട്ടിക്കൂട്ടി അനേക കാര്യങ്ങൾ ചെയ്ത് അവിടെ കാശ് കൊടുത്ത് ഇവിടെ കാശ് കൊടുത്ത് അവിടെ നേർച്ചെടുത്ത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. പക്ഷേ വചനാടിസ്ഥാനത്തിൽ ഒന്നും പറയുന്നില്ല. ഇത് കൃപയാണ്, ഇത് ദാനമാണ്, ഇത് ദൈവം ദാനമായിട്ട് തന്നിരിക്കുകയാണ്. ഇതിന് വിനയം, അത് കൈനീട്ടി വാങ്ങിക്കുക, നിത്യജീവനെ വാങ്ങിച്ചെടുക്കുക. ദൈവം നമ്മളോട് നിർബന്ധമായിട്ട് പറയുകയാണ്. അപ്പോൾ ഇത് ഫുൾഫിൽ ചെയ്യാണ്. ഇത് ഞാൻ പറയുമ്പോൾ ഇന്ന് ഫുൾഫിൽ. യെശയ്യായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെട്ടു, അത് യേശുക്രിസ്തുവാണ്. അവൻ്റെ വേരുകളിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ച്ചു, അത് യേശുക്രിസ്തു വന്നു, പ്രവർത്തിച്ചു, ഫലം കായ്ച്ചു. ഇറ്റ് ഈസ് ഓൾറെഡി ഡൺ, ഫുൾഫിൽഡ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ സത്യങ്ങൾ അറിഞ്ഞിട്ട് അത് ഒളിച്ചു വെക്കുകയല്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ കർത്താവ് എൻ്റെ കൂടെ നിൽപ്പുണ്ട്, എനിക്കറിയാം. സത്യം വിളിച്ചു പറയുമ്പോൾ സത്യത്തിൻ്റെ ആത്മാവ് നമ്മളെ സ്വതന്ത്രമാക്കുക, അതിനല്ല സത്യത്തിൽ പ്രവർത്തിക്കാനുള്ള ആത്മാവും കൂടെ വരണം. യെശയ്യാ 11:1 വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ പിന്നെ 11:2 കയറും. യെശയ്യാ 11:2 എന്താ പറയുന്നത്? ദൈവം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആലോചനയും ബുദ്ധിയും എല്ലാം അപ്പച്ചനായിട്ട് തരുന്നത്. ഈ ഒത്തിരി പഠിച്ച് അങ്ങേയറ്റം പഠിച്ചിട്ട് ഡോക്ടറേറ്റ് എടുക്കുന്നതിലൊന്നും അല്ല കാര്യം. അതിനെ തിയോളജി പഠിപ്പിക്കുന്ന ഹാർവേഡ് യൂണിവേഴ്സിറ്റി നമ്മുടെ മോള് പഠിച്ചത് അമേരിക്കയിൽ. അവിടെ പഠിക്കുന്ന തിയോളജി പഠിപ്പിക്കുന്ന പ്രൊഫസർ എത്തിയിസ്റ്റാണ്, ദൈവവിശ്വാസം ഇല്ലാത്ത ആൾ. അപ്പോൾ അതുകൊണ്ടൊന്നും കാര്യമില്ല. യഥാർത്ഥത്തിൽ ആത്മാവ് തുറക്കണം. യെശയ്യാ 11:2, യെശയ്യാ 11:1 ഞാൻ എടുത്തത്. എന്നാൽ യെശയ്യായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവൻ്റെ വേരുകളിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കും, അത് യേശുക്രിസ്തു. അവൻ്റെ മേൽ, ക്രിസ്തുവിൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് വസിക്കും. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെ ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെ ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെ യഹോഭക്തിയുടെയും ആത്മാവ് തന്നെ. അവൻ്റെ പ്രമോദം യഹോഭക്തിയിലായിരിക്കും. അവൻ കണ്ണുകൊണ്ട് കാണുന്ന പോലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയില്ല. ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ ഇത് നമ്മുടെ മക്കൾക്കൊക്കെ പഠിക്കാൻ നേരത്തെ എപ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കുന്ന യെശയ്യാ 11:2 അത് ക്രിസ്തുവിൻ്റെ ആത്മാവാണ്. അതിൻ്റെ വിശേഷത എന്തുവാ? ക്രിസ്തുവിൻ്റെ മേൽ യഹോവയുടെ ആത്മാവിൻ്റെ വസിക്കുന്നു. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെ ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെ ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെ യഹോഭക്തിയുടെ ആത്മാവ് തന്നെ. അവൻ്റെ പ്രമോദം യഹോവയുടെ ഭക്തിയിലാണെന്ന് ആരും പറഞ്ഞു കൊടുക്കണ്ട. അതായത് വിത്ത് ഗുണം 10 ഗുണം, അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ. നല്ല വിത്താണെങ്കിൽ അതിൻ്റെ ഫലം കായ്ക്കുമെന്ന്. ഞാനീ പറയുന്ന വാക്യം നിങ്ങൾ നോട്ട് ചെയ്യും. ഞാൻ ഓരോന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ വേദപുസ്തകത്തിൽ നിന്ന് വാക്യം എടുത്ത് വായിക്കുന്നത്. എനിക്ക് പലതും കാണാൻ അറിയാമെങ്കിൽ എടുത്ത് വായിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ തെറ്റ് വന്നാൽ പോലും ഈ വേദപുസ്തകത്തിൻ്റെ സെക്ഷൻസ് വെച്ച് വായിക്കുമ്പം നിങ്ങൾക്കത് മനസ്സിൽ ഉറയ്ക്കാൻ വേണ്ടിയാണ്. അങ്ങനെയാണ് കോടതിയിൽ നമ്മൾ ആർഗ്യൂ ചെയ്യുന്നത് കേസ്. അതുപോലെ തന്നെയാണ് ഞാൻ ഈ വചനം പറയുന്നത്. ഈ വചനം തെറ്റല്ല, സത്യമാണ്. അതിന് വള്ളിക്കും പുള്ളിക്കും തെറ്റില്ലാത്ത വിധത്തിൽ ഇതിനകത്തൊന്ന് വായിക്കുകയാണ്. അതനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ ദൈവം നമുക്ക് പുതിയ ഒരു ജീവനെ ഇന്ന് തന്നിരിക്കുകയാണ്. നമ്മുടെ ഹൃദയം ശുദ്ധമായി മാറി. കാരണം കർത്താവിൻ്റെ ഹൃദയമാണ്. അത് അശുദ്ധമാക്കാതെ സൂക്ഷിക്കാൻ എൻ്റെ കർത്താവിനറിയാം.
പിന്നെ കർത്താവ് പറയുന്നില്ല, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവരുടെ ഇടയനാണ്, അവരെന്നെ അനുസരിക്കുമെന്ന്. പിന്നെ അല്ലാതെ പോകുന്നവർ ഒരിക്കലും കർത്താവിനെ കണ്ടവരല്ല, ചുമ്മാ കള്ളത്തരത്തിൽ ജീവിക്കുന്നു. അവനൊന്നും ചൊവ്വാനും പോകുന്നുമില്ല. പക്ഷെ നമ്മൾ സത്യദൈവത്തെ അറിയുന്നവരോടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ദൈവം നമ്മുടെ കൂടെ നിൽക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, ജീവനുള്ള ദൈവത്തെ അറിയുക എന്നുള്ളതാണ്. എന്തിനാണ് അപ്പച്ചൻ്റെ മിഷൻ എന്തുവായിരുന്നു? ഹൃദയം ശുദ്ധമുള്ളതാണെന്ന് കാണിക്കാൻ. എപ്പോഴാണ് ഹൃദയം ശുദ്ധമായത്? ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ. പഴയ ഹൃദയം ജഡീക ഹൃദയം, അതൊരു തരത്തിൽ ദൈവത്തോട് ചേരത്തില്ല. പഴയ നിയമകാലത്ത് പുതിയ ഹൃദയം വെച്ചു കൊടുത്തത് വളരെ കുറച്ച് പേർക്ക്. പുതിയ നിയമകാലത്ത് കൃപായുഗത്തിൽ ഈ ഹൃദയം ദാനമായിട്ട് തരികയാണ്. അപ്പച്ചനത് ക്രൂശിന്മേൽ ജയമെടുത്തു കഴിഞ്ഞ് പാമ്പിനെയും തേളിനെയും ചവിട്ടി മെതിച്ച് പാതാള ഗോപുരങ്ങൾ നിനക്കെതിരായിട്ട് നിൽക്കത്തില്ല. പിശാചിൻ്റെ സകല ആധിപത്യം തകർത്തവനായ ദൈവം ക്രൂശിൽ മരണമേറ്റപ്പോൾ ജയത്തിൻ്റെ കൊടി സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും ഉറപ്പിച്ചു കഴിഞ്ഞ ദൈവമുള്ളതിനാൽ ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഏത് ശക്തിക്കാണ് ഈ ദൈവത്തിൻ്റെ ശക്തിയുടെ മുമ്പിൽ നിൽക്കാൻ ഒക്കുന്നത്? കർത്താവിൻ്റെ ആ ചിറകിൻ്റെ കീഴിൽ, കുരിശിൻ്റെ പുറകിൽ, ആ ദൈവത്തിൻ്റെ മറവിൽ ഞങ്ങളെ നിർത്തി ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും കുടുംബങ്ങളെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെ ഏറ്റെടുത്ത് അവിടുന്ന് ഞങ്ങൾക്ക് പുതിയൊരു ജീവൻ തന്നതിന് നന്ദിയോടെ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്യുന്നു. യിശായിയുടെ കുറ്റിയിൽ നിന്നൊരു പുതിയ മുള പുറപ്പെട്ട് കഴിഞ്ഞു. അതേ അതിൻ്റെ വേരിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ച്ചും കഴിഞ്ഞു. ഇനിയും അത് അനുഭവിക്കാൻ വയ്യാത്തവണ്ണം ആരുടെ കണ്ണാണ് അടഞ്ഞിരിക്കുന്നത്? അന്ധതയുള്ള കണ്ണുകളെ തുറപ്പിക്കണമേ, കേൾക്കാൻ വയ്യാതിരിക്കുന്ന ചെവികളെ തുറപ്പിക്കണമേ, നാവുകൾക്ക് ജീവൻ കൊടുക്കണമേ. കർത്താവിൻ്റെ സാന്നിധ്യം വരുമ്പോൾ പരിശുദ്ധാത്മാവ് നിത്യമായ ജീവനെ പ്രാപിച്ച് ഉന്നത ജീവിതത്തിലേക്ക് ഞങ്ങളെ കയറ്റണമേ. നീയും ഞങ്ങളുമായിട്ടുള്ള നിത്യമായ ജീവിതം ഇന്ന് തുടങ്ങിയിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയായിട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.